അപ്പൊ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രൊഡക്ഷൻ വിളിച്ചില്ലേ? ഇനി മുതൽ ഇതായിരിക്കും ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇന്ന് ഗൂഗിൾ അധികം ഉണ്ടായിട്ടൊന്നും ഉണ്ടാവില്ല. ഇന്ന് ഗൂഗിളിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്. എനിക്ക് പെൻഷനാ. ഓ ടെൻഷൻ. അയ്യോ, അപ്പൊ നമ്മള് ടെസ്റ്റിന് പോയുള്ള വണ്ടി നമ്മുടെ വണ്ടി തന്നെയാണ്. അപ്പൊ വണ്ടി ഒന്ന് കഴുകാൻ വേണ്ടി വന്നതാ. ഗൂഗിൾ പാസ്സാവട്ടെ, മേടിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതൊക്കെ പ്രതീക്ഷ ഉണ്ടാവില്ല, എനിക്ക് പ്രതീക്ഷ ഉണ്ട്. അപ്പൊ തോക്കുന്നു. അപ്പൊ പ്രശ്നമാണ്, അധികം വെറുതെ റോട്ടിലൊന്നും ഓടിച്ചിട്ടില്ല ഇപ്പോഴും. പക്ഷെ ഇന്നലെ നമ്മൾ കുറെ ഓടിച്ചു. ആ ഓടിക്കില്ല, എനിക്ക് മനസ്സിലായി ഒരു തീരുമാനമായി. ഇന്നലെ രാത്രി കുറെ ഓടിച്ച്. ഇന്നലെ പുലർച്ചെ 2:30 വരെ 3 മണി വരെ ഞങ്ങൾ രാത്രി റോട്ടിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. എന്നിട്ടും ഒരു കിണ്ടിയും പഠിച്ചില്ല. എന്താ ചെയ്യാ? കുഴപ്പമില്ല. റൂൾസ് വെച്ചു, റൂൾസ്. അപ്പൊ നീ ഇടക്കിടക്ക് അപ്പൊ പറയണേ അങ്ങനെയൊക്കെ. ഇവരുടെ പവർ വാഷിന് ഭയങ്കര പവറാ. ജാതി പവർ. ഇത് ഇവിടുത്തെ റൊമാനിയൻസ് നടത്തുന്ന ഒരു കാർ വാഷാണ്. പക്ഷെ ചേച്ചിനാണ് മലയാളി പോലെ കിട്ടും. ചേച്ചിനാണ് മലയാളി പോലെ ഉണ്ടെന്ന് വെച്ചിട്ട് മലയാളം പോയി സംസാരിച്ച് അടി കിട്ടുന്നത്. വേറെ എന്തെങ്കിലും പറയാൻ പറ്റിയിരിക്കും. നാട്ടിൽ കമ്മൽ, സ്വർണ്ണ കമ്മലൊക്കെ ഇട്ട് നിൽക്കണം. അത് ഓരോരുത്തരെ ഇതല്ലേ. വണ്ടി കഴുകിയിട്ട് ഈ ഇതേപോലത്തെ ഒരു കണ്ണാടി ഇവിടെയും വേണം ഇൻസ്ട്രക്ടറിന് കാണാൻ. അപ്പോൾ അത് മേടിക്കാൻ പോണം. തല്ല പോയി ചേച്ചി. എന്തൊക്കെയാ പറയണ്ടേ? നമ്മളൊന്നും മൈൻഡ് ആക്കണ ആവശ്യമില്ല. ചിലപ്പോൾ നമ്മളെ പറ്റിയൊക്കെ പറയണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പറഞ്ഞ ഇതൊക്കെ പറ്റി അത് വിടും. അപ്പൊ ഇനി കണ്ണാടി മേടിക്കാൻ പോയിട്ട് കാണാം. ഓക്കെ, വണ്ടി രണ്ടല്ലോ ചുറ്റല്. അപ്പൊ അതിനർത്ഥം വെരി ഡേഞ്ചറസ് ഡ്രൈവർ. സൂക്ഷിക്കണം. ആദ്യം ഇടി കിട്ടിയതാട്ടോ. അങ്ങോട്ട് നോക്കൂ. നമ്മുടെ കാർ വാഷ് കഴിഞ്ഞ് നമ്മൾ ഇനി കണ്ണാടി വാങ്ങാൻ പോവാണ്. അതിനിപ്പോ വേറെ ഒന്നിന്റെ സാധനം വാങ്ങാനുണ്ട്. മെറ്റ കണ്ണാടിയോ അടക്കൊമ്മര് ഇപ്പഴായിരുന്നു. എന്താവണാവോ? എന്താവണ്? പൊട്ടാണെങ്കിൽ പൊട്ടും. അങ്ങനെ വെക്കണം. ഇത് എൻഡ് ഓഫ് ലൈഫ് എന്നല്ലോ വെച്ചാനെ. അല്ല ഓ ഏതാ മല്ല ഓടിക്കരുത്. ആ റെയിൽവേ ക്രോസിംഗ് ഇടയ്ക്ക് ഞങ്ങൾ വിടണം. ചെറുതായിട്ട് ടെൻഷനിലായില്ല. കാരണം വേറെ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് ലൈസൻസ് ഒക്കെ എടുക്കാൻ പോകണം. ഒരു 1-2 ടെസ്റ്റ് പൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. It would be so embarrassing, you know. Embarrassing ആയിരിക്കുന്നു. എംബറാസിംഗ് അങ്ങനെ പറയാം. നമ്മൾ റേസിസ്റ്റ് ഒന്നല്ല കേട്ടോ. നമ്മുടെ ഇന്ത്യക്കാരെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ ആള് മലയാളി ആയിരുന്നു. പക്ഷെ അവന്റെ നോട്ടം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് ഡാർക്ക് നോട്ടം. ആരോ തിരിച്ചു പോയി എന്താണ് ഈ നോക്കണത്? പിന്നല്ല, ഞാൻ അങ്ങനെയല്ല കേട്ടോ. അതാണ് പ്രശ്നം, അതാണ് വിഷം. ഷാജി ഞാനൊക്കെ പാട്ട് പഠിക്കാൻ കോപ്പിറൈറ്റ് വരും. അത്ര പാട്ട് പാടാൻ ടെസ്കോ
ടെസ്കോയില് നമ്മുടെ അംബാനിക്ക് എന്തൊക്കെയോ ഇതുണ്ട് തന്നെ പറയുന്നേ. അംബാനി ഹാസ് സം കൈൻഡ് ഓഫ് ഷെയർ. അംബാനി ഓൺസ് ഇറ്റ്. അല്ല അങ്ങനെ ടെസ്കോയില് അംബാനിക്ക് എന്തൊരിതുണ്ട് ഞാൻ എവിടെ കേട്ടിട്ടുള്ളതാണ്. ഐ ഡോണ്ട് നോ. സോ വി ഫൈനലി റീച്ച്ഡ് NB ഓട്ടോ പാർട്സ്. ഇവിടെയാണ് വണ്ടിയുടെ ഇവിടുത്തെ മെയിൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുക. വണ്ടിയുടെ മിക്ക സാധനങ്ങളും മേടിക്കാൻ പറ്റും. ലൈക്ക് ഓയിൽ ഫിൽറ്റർ, നമ്പർ പ്ലേറ്റ്സ്, aesthetic modes, things. Your life, I was in a car accident. I unfortunately there. Seatbelt went into my liver. They had all. ഇത് ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കട. അത്യാവശ്യം ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇതേപോലത്തെ ഒരെണ്ണം കൂടി ഉള്ളൂ. തട്ടിടല്ലോ. ഇത് വേണോ? ഇതിന് ശരിക്കും ആവശ്യമുണ്ടോ? ജസ്റ്റ് ഫോർ ഇതൊക്കെ റിയൽ ഡ്രൈവേഴ്സിന് വേണ്ട. ലൈക്ക് മീ. ഞാനതൊന്നും വെച്ചിട്ടില്ലല്ലോ. തീരുമാനമാക്കി പൊരിച്ചു. മറ്റേ ഇൻസ്ട്രക്ടറിന് കാണാനുള്ള കണ്ണാടി കേട്ടോ. ഇവൻ ചോദിക്കണ കണ്ണാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മിററിൻ്റെ മുകളിൽ ഇവിടെ 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 ഒരു ചെറിയ കണ്ണാടി ഉണ്ടാവില്ലേ, അത് എൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. സോ അത് ഞാൻ മേടിപ്പിച്ചില്ല. അങ്ങനെ എന്ത് ഇത് നമ്മൾ ഇത് ഫിക്സ് ചെയ്യാതെ ജസ്റ്റ് ഒട്ടിച്ചാൽ മതിയല്ലോ. അതിന് നോക്കിയൊക്കെ അതിനല്ലേ. ഇനി പരിപാടി എന്ന് വെച്ചാൽ വീട്ടിൽ പോവാം, എന്നിട്ട് കുറച്ച് നേരം കൂടി റെസ്റ്റ് എടുക്കാം. എവിടെ? അവിടെ അപ്പൊ എനിക്ക് അവിടുത്തെ കാണണം. ഇതൊന്നും അവിടെ വയ്ക്കാറില്ല. എനിക്ക് അവിടുത്തെ കാര്യമുള്ള കാരണം അയ്യന്റെ മോനെ ബ്ലൈൻഡ് സ്പോട്ട്. അപ്പോഴേ പറയാം എനക്ക് ഈ ബ്ലൈൻഡ് ആണ് ഈ ഓടിക്കണ്ട പറയും. അയ്യോ അങ്ങനെ പറഞ്ഞു. ഇതെന്താ ഭയങ്കര ചെറുതായല്ലോ. ഇപ്പോൾ തന്നെ യൂസ്ഡ് പോലുണ്ടല്ലോ. എൻ്റെ ഫ്രെയിമൊക്കെ ഒക്കെ അയ്യേ ലോ ക്വാളിറ്റീസ് ആണ് അല്ലേ ഗൂഗിളില്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാവില്ലോ. അധികം കാര്യമൊന്നുമില്ല. ഇപ്പൊ 12:30 12:00 2:50 ആ 11:00 അതെന്റെ കോപ്പ 2:50 3 മണിക്കിലൂടെ സ്കൂളൊക്കെ വിടുക. അല്ല അത് കുഴപ്പമില്ല. 2:50 പോകുമ്പോഴത്തേനും സ്കൂൾ വിട്ടാലും ഒരു 3:20 ആകുമ്പോൾ പിള്ളേരൊക്കെ പുറത്ത് കിടങ്ങുള്ളൂ. റോഡ് ബിസി ആവുള്ളൂ. ഞാൻ ആ ടൈമിൽ എടുത്തിട്ടാ ആരും നമ്മുടെ നാട് പോലല്ല. എല്ലാവരും നിയമമൊക്കെ നല്ലപോലെ നോക്കും. പക്ഷേ അതെ വണ്ടി ഓടിക്കാൻ നേരത്ത് things are like roads are clear, the roads are good. ഒക്കെ അടിപൊളിയാണ്. നമ്മുടെ പോലത്തെ ഈ എന്താ പറയാ തിക്കിത്തിരിങ്ങിയുള്ള ട്രാഫിക് അതൊക്കെ ഭയങ്കര കുറവാണ്. everyone will be patient. ട്രാഫിക് ഉണ്ടാവും, പക്ഷെ ഇറ്റ്സ് ലൈക്ക് മൂവിങ് ട്രാഫിക്, not like we are just trapped in it. എനിക്ക് വന്നില്ല ഈ അപ്പൊന്നും മാറ്റങ്ങൾ വേറെ എന്തെങ്കിലും വേർഡുകൾ സജസ്റ്റ് ചെയ്യും. സോ കുഴപ്പമില്ല. നമുക്ക് കണ്ടു പാട്ടേ ഞാൻ പാടില്ല. ഈ പാടിടാം. പാട് രസമില്ല. അറിയാം. ഇന്ന് ഗൂഗിളിന്റെ ലൈസൻസിന്റെ സംഭവമൊക്കെ പ്രമാണിച്ച് നമ്മൾ ജിമ്മ് ക്യാൻസൽ ചെയ്തല്ലോ. പക്ഷെ അത് നമ്മൾ നാളെ അടിക്കും. നാളല്ല, ഇന്ന് പൊട്ടാണെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് പൊട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് പോയിട്ട് ഞാൻ പുതിയ PR അടിക്കുന്നു. ജയിക്കാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി എടുത്ത് തന്നെ ഞാൻ പോയിട്ട് PR അടിക്കുന്നു. ഇൻഷുറൻസ് പോകും. അയ്യോ ഒരു ദിവസത്തെ ഇൻഷുറൻസ് അങ്ങനെ പോവാ സീരില്ല. ഇട്ടാണെങ്കിലല്ലേ. അയ്യോ
തളർത്താണ് ഗൈസ്. ഞാനോ തളർന്നിരിക്കുകയാണ്. നമ്മള് കഴിവില്ലാത്തവന് കഴിവുണ്ട്. ഗൊമ്മ എന്റെ ഡയലോഗ് നീ എന്റെ അടുത്ത് അടിക്കുന്നു. പൊട്ടി 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 മച്ചാനെ നമുക്ക് ലൈസൻസ് ഉണ്ട്. ഇവിടെയൊക്കെ വരുന്ന ആളുകൾ സൂക്ഷിക്കുന്നത്. റോട്ടിലൊരു മഞ്ഞ ബോക്സ് കണ്ടോ, ബർത്ത്ഡേ, അതിനകത്തൊന്നും കൊണ്ട് നിർത്തരുത് കേട്ടോ. നിർത്തി നീ അപ്പം പൊട്ടും. ഞാൻ 1-2 വട്ടം നിർത്തിയിട്ടുണ്ട്. പൊട്ടിയിട്ടില്ല, പൊട്ടുന്നതിന് മുന്നേ നിർത്തിയ. പക്ഷെ വി ഷുഡ് ബി മോർ അവെയർ. ഓടിക്കുമ്പോൾ നോക്കണം എവിടേക്കാണ് എന്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത് എന്നൊക്കെയുള്ളത്. നമ്മളായിട്ട് റൂൾസ് തെറ്റിക്കാൻ പാടില്ല. അതെ, നാട്ടിലത്തെ പോലല്ലോ അത്. കളിക്കണ കളിയാന്ന് വെച്ചാലും ടെസ്റ്റിന് പൊട്ടിയതാണ് വേറെ കാര്യം. ഞാനിപ്പോ ഇൻസ്ട്രക്ടർ തന്നെയാണല്ലോ പോണേ. മച്ചാനെ 17 വയസ്സ് 1 മാസം ലൈസൻസ് എടുത്ത്, മനസ്സിലായില്ലേ? എടുത്തു അതേപോലെ 3 പോയിന്റ് പോയി. 3 പോയിന്റ് അതും കഴിഞ്ഞിട്ട് ഇവന്റെ പോയിന്റ് അല്ല, ഇവന്റെ ഒക്കെ ജീവതിനെ പോണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്ത് ഉമ്മ പ്രാർത്ഥിക്കുന്നോണ്ടാണ്, ഉമ്മേന് ഉപ്പനൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പോഴും ജീവിച്ചു പോണത്. സോ വി ഫൈനലി റീച്ച് ഹോം. വണ്ടി കഴുകി കുട്ടപ്പനാക്കി സെറ്റായി. ഗൂഗിൾ ടെസ്റ്റ് പോയല്ലോ വണ്ടി. അത് റെഡി. പിന്നെ 2:50 ടെസ്റ്റ്. 10 മിനിറ്റ് മുമ്പ് അവിടെ എത്തണം. അപ്പോൾ 11 അതിൻ്റെ മുമ്പ് ചെറിയൊരു അവനെ കൊണ്ടൊന്ന് ഓടിപ്പിച്ചിട്ട് വരാം. അങ്ങനെ എന്താ ജിമ്മ് കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ജിമ്മിൽ പോകാൻ എനിക്ക് രാവിലെ നിൽക്കുമ്പോൾ ഭയങ്കര മടിയാണ്. രാവിലെ നിൽക്കുമ്പോൾ എൻ്റെ മുഖം ഭയങ്കര വീർത്തിട്ടില്ലേ. അപ്പോൾ ഈ എല്ലാവരും എന്നോട് പറയുന്നു അപ്പോ മാറ്റാൻ. അപ്പോക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഷിംബ എന്താണ്, എന്താ പ്രശ്നം? ഷിംബുട്ട, ഓ ഷിംബ ശരിക്കും പാവാണ്. വയസ്സൊക്കെ തട്ടിയിട്ട് വെച്ചിട്ട് നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. പൂച്ചല്ലേ, ഒന്നും അറിയില്ലല്ലോ അതിന് അല്ലേ? പൂച്ചല്ലേ അല്ലേ? ഈ ഷിംബല്ലേ അല്ലേ? അതുകൊണ്ടല്ലേ. പിന്നെ ഷിംബ ആക്ച്വലി ഓൺലി 7 months old. അത്രക്ക് പ്രായമൊന്നുമില്ല. ചെറിയ പൂച്ചക്കുട്ടിയെ കണ്ടാ പറയില്ല എന്നുള്ളൂ അല്ലേ? അതാണ് ഫുഡ് കൈ ഇങ്ങനെ കാണിച്ചാൽ തിന്നാൻ നോക്കുക. കൈ തരൂലല്ല, കൈ തരൂലല്ല. ഇനി വണ്ടിക്കൊന്ന് ഓടിപ്പിച്ചിട്ട് ഒന്നും കൂടി അതാക്കിയിട്ട് ഞാൻ അങ്ങനെ പാസ്സാവില്ല പറയുമെങ്കിലും ഉള്ളിൽ പാസ്സാവണേ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഭാഗ്യം. എന്താ ചെയ്യുക ഗൈസ്? ഇപ്പോൾ 3 മണി ആയി. പണിക്ക് പോകാനുള്ള സമയമായി. ഗൂഗിളിൻ്റെ ടെസ്റ്റിന് അതിനൊക്കെ വേണ്ട. എന്താവോ എന്തോ നമുക്കറിയില്ല. വെയിറ്റ് ചെയ്യാം. പാസ്സാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്നുമില്ല. അപ്പോൾ ഞാൻ വർക്കിന് പോവാണ്. അവിടേക്ക് ഗൂഗിളിൽ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഗൈസ്. അങ്ങനെ ഒഫീഷ്യലി ഗൂഗിള് ഗൂഗിൾ അങ്ങനെ തോറ്റിരിക്കണം ഗൈസ്. എന്റെ വീട്ടുകാരോട് പോലും പറഞ്ഞില്ല, വ്ളോഗിൽ കേട്ടല്ലോ. സാരല്ല എടാ, ഇതൊന്നും വിഷയമല്ല. ഞാനൊക്കെ ഉണ്ടാവുന്ന ബസ് ഞാൻ പ്രത്യേകിച്ച്
ഞാൻ ഇപ്പോൾ വർക്കിൻ്റെ സ്ഥലത്താണ്. അപ്പോൾ ബാക്കി വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ പാവണ്ട് ലൈസൻസ് കിട്ടിയില്ല. അപ്പോൾ ടെസ്റ്റ് കിട്ടിയിട്ട് അല്ല ടെസ്റ്റ് എന്തായി ടെസ്റ്റ് എന്തുണ്ടായി ആൾക്കാർക്ക് പറഞ്ഞോണ്ട് എന്തുണ്ടായി ഇൻസ്ട്രക്ടർ എന്താ പറഞ്ഞപ്പോ ഇൻസ്ട്രക്ടർ പറഞ്ഞു വണ്ടി നേരെ കേട്ടിട്ട് അപ്പൊ ടെസ്റ്റ് ഒക്കെ എത്രയേ ഉള്ളൂ വെരി സോറി യു ആർ ഫെയിൽഡ് അതെനിക്ക് മനസ്സിലായി കേട്ടപ്പോ എനിക്ക് റിയാക്ഷൻ ഞാൻ പറഞ്ഞില്ല എന്തായാലും പൊട്ടാളായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മള് ഒരു വട്ടം പൊട്ടിച്ചിട്ട് വലിയ ഇതൊന്നും ആക്കണ്ട. ഡ്രൈവിംഗ് ആണ്. മൂന്നെണ്ണം പൊട്ടിയാണെങ്കിൽ കഴിവില്ല. ഓക്കെ, 3 വട്ടം പൊട്ടിക്കഴിഞ്ഞാൽ കഴിവില്ല എന്നല്ല, അതിന്റെ വിളിക്കുന്നതിൽ വിളിക്കണമെങ്കിൽ ഞാൻ വിളിക്കാം. ഒരു വട്ടമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ സാരില്ല. രണ്ടാമത്തെ വട്ടം because Sajina failed 4 times. He failed 1 time. Second time only he got. I can fail 1 time. That's fine. Yeah, basically. Scotland. സ്കോട്ട്ലാൻഡ് ആണ്. സ്കോട്ട്ലാൻഡ് ഇവിടുത്തെ വലിയ റോഡാണ്. സ്കോട്ട്ലാൻഡ് or Switzerland. Land is land. അങ്ങനെ അങ്ങനെ പറയാൻ കുറെ ന്യായങ്ങളുണ്ടാവും. പക്ഷെ തോൽവി തന്നെയാണ്. അതെ, അതല്ല ഞാൻ എന്നോട് പറഞ്ഞു തോൽവിയാണ്. ഞാൻ തോറ്റു സംഭവിക്കുന്നു. 10-25 വയസ്സായിട്ട് തോറ്റത് 10-25 വയസ്സായിട്ട് തോറ്റത് അത് ശരിയാ. ജയിച്ചിരുന്നെങ്കിലല്ലേ ഗൂഗിള് ഷോ ഒന്ന് കാണേണ്ടി വന്നിരുന്നു. പിന്നല്ല ഞാൻ ഡ്രിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. എന്ത് ഡ്രിഫ്റ്റ് അടിക്കും? പോളോ ഡ്രിഫ്റ്റ് അടിക്കും. ഡ്രിഫ്റ്റ് അടിക്കാനില്ല. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഗൈസ്. അങ്ങനെ നമ്മൾ ആ ദിവസം കഴിഞ്ഞ് ഗൂഗിള് പൊട്ടി. എന്റെ പൊട്ടലോട് കൂടെ